ഗ്രോ ബാഗിൽ തനത് നെല്ല് വിതച്ച് വിളയിച്ചിരിക്കുകയാണ് കിന്നിങ്കാർ ബൊളേരിയിലെ കർഷകനായ സത്യനാരായണ. 700ഓളം നെൽവിത്ത് ശേഖരത്തിന്റെ പെരുമ കൈവിടാതെ സൂക്ഷിച്ച് മാതൃകയാവുകയാണ് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച സത്യനാരായണ. കാസർഗോഡ് നിന്നുള്ള റിപ്പോർട്ട് കാണാം. കേരള കർണാടക അതിർത്തിയിലെ ബെള്ളൂർ പഞ്ചായത്തിലെ കിന്നിങ്കാർ ബെള്ളേരിയിലെ കർഷകനായ സത്യനാരായണ തൻ്റെ 3 ഏക്കർ ഭൂമിയിലാണ് കൃഷിയും കാർഷിക പരീക്ഷണങ്ങളും തനത് കൃഷി സംരക്ഷണവും നടത്തുന്നത്. സത്യനാരായണ എന്ന കർഷക തൊഴിലാളി തൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്യാത്ത കാർഷിക വിളകളില്ല. ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ തൻ്റെ കൃഷി അനുഭവവും പരിചയവും വെച്ച നിരവധി കാർഷിക വിളകളാണ് സത്യനാരായണ ബെഡ് ചെയ്ത് പുനരുൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. 40-ലധികം തനത് കാസർഗോഡൻ ചക്ക ഇനങ്ങൾ ഇതിലൊന്നു മാത്രം. നെൽവിത്ത് സംരക്ഷണത്തിൽ സത്യനാരായണ ഏറ്റെടുത്തത് വലിയ ഉത്തരവാദിത്തമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വംശനാശ ഭീഷണി നേരിടുന്ന 650-ൽ പരം നെൽവിത്തിനങ്ങളെ കണ്ടെത്തി തനിക്കാവും വിധം സംരക്ഷിച്ച ഇദ്ദേഹത്തിന് രാജ്യം മികച്ച കർഷകൻ എന്ന ആദരവ് നൽകി 2022-ൽ ജീനോം സേവിയർ അവാർഡ് നൽകി. പിന്നീട് കാർഷിക മേഖലയിലെ തനത് സംഭാവനകൾ പരിഗണിച്ച് രാജ്യം പത്മശ്രീയും നൽകി ആദരിച്ചു. വീടിനോട് ചേർന്നുള്ള നെല്ലുപുരയിൽ ഉണ്ടാക്കിയ ചെറിയ മ്യൂസിയം എണ്ണം കൊണ്ടും പരിശ്രമം കൊണ്ടും സമൃദ്ധമാണ്. ആദ്യകാലത്ത് എനിക്ക് ഇതിനെങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ടായില്ല. അപ്പോൾ ആദ്യ തുടക്കത്തിൽ ഞാൻ ഈ ഗ്രോ ബാഗിലാണ് ഇതിന് തുടങ്ങി വന്നത്. അപ്പോൾ പിന്നെ പല യൂണിവേഴ്സിറ്റി ഇവരെല്ലാം കോൺടാക്റ്റായിട്ട് പല സുഹൃത്തുക്കളെല്ലാം കൂടിയ പോലെ ഒരുപാട് ഇനങ്ങൾ കിട്ടി. പിന്നെ പല ഏരിയയിൽ പോയിരുന്നു. അപ്പോൾ ഇത് എല്ലാ നെല്ലും എല്ലാ വർഷവും ചെയ്യേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പിന്നെ ഇത് ഒന്നിന് ഒരുപാട് ശല്യങ്ങളുണ്ട്. ഇതിന് പക്ഷി എലി ശല്യങ്ങൾ ഇതിനെ വളർത്തിയെടുക്കുന്ന ഏറ്റവും ഭയങ്കര ഒരു പ്രയാസപ്പെട്ട കാര്യമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷക വിദ്യാർത്ഥികളും കർഷകരും ഇദ്ദേഹത്തിന്റെ കൃഷിരീതിയെക്കുറിച്ച് പഠനം നടത്താൻ ബെള്ളൂർ ബെള്ളേരിയിലെ വീട്ടിലെത്തുന്നുണ്ട്. ശേഖരിച്ചു വച്ച വിത്തിനങ്ങളെ ഓരോ വർഷവും കൃഷി ചെയ്ത് വീണ്ടും ഭദ്രമായി സൂക്ഷിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ രീതി. തലമുറകൾ കൈമാറി പഴയകാലത്തെ നെൽവിത്തിനങ്ങളെ കാത്തുസൂക്ഷിക്കാൻ ഒരു നെൽവിത്ത് സംരക്ഷണ കേന്ദ്രം ഒരുക്കാൻ സംസ്ഥാന സർക്കാർ സംവിധാനമൊരുക്കണമെന്നാണ് ഇദ്ദേഹം വർഷങ്ങളായി ആവശ്യപ്പെടുന്നത്. ശേഖരിച്ച വിത്തിനങ്ങളെ കേടുകൂടാതെ സംരക്ഷിക്കാൻ പത്മശ്രീ ലഭിച്ചിട്ടും തനിക്ക് ആവുന്നില്ലല്ലോ എന്ന സങ്കടവും ഇദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ എൻ്റെ 650ഓളം നെല്ലിനങ്ങളുണ്ട്. ഇപ്പോൾ ഇനിയും ഇനങ്ങൾ കിട്ടുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പരിമിതി ഉണ്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ എൻ്റെതായ ഒരു രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പോൾ അവാർഡുകൾ എന്നെ ഇപ്പോൾ കേരള സ്റ്റേറ്റിൻ്റെ 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നാഷണൽ ലെവലിൽ 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ അറിയപ്പെട്ട പോലെ തന്നെ നമ്മളെ ഒരുപാട് ഈ നെല്ല് ബാക്കി അവാർഡിൻ്റെ പോലെയല്ല, കൃഷിക്കൊരു അവാർഡ് കിട്ടിയിട്ടാകുമ്പോൾ അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷകളുണ്ടാകും. നമ്മളുടെ എത്ര ഇനങ്ങളുണ്ട്, നമുക്ക് ആവശ്യമുണ്ട്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. എന്നാൽ വിത്ത് സംരക്ഷണ കേന്ദ്രം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ബെള്ളേരിയിൽ തന്നെ സ്ഥലം ലഭ്യമായാലേ ഇതിൻ്റെ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്താനാകൂ. രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും സന്ദർശനം നടത്തിയാണ് വിവിധ തരത്തിലുള്ള വിത്തിനങ്ങൾ ശേഖരിച്ച് കാർഷിക മേഖലയ്ക്ക് പുതിയ വാതായനങ്ങൾ തുറന്നത്. അത് തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കണം. തന്നാലാവും വിധം അത് പൂർത്തിയാക്കും. പത്മശ്രീ സത്യനാരായണ എന്ന മഹാനായ കർഷകൻ പറഞ്ഞു നിർത്തുന്നു. കൃഷി ഉപജീവനത്തിനു വേണ്ടി മാത്രമുള്ളതിൽ നിന്ന് തറപ്പിച്ച് പറയുകയാണ് രാജ്യം ആദരിച്ച കർഷകൻ സത്യനാരായണ. അതുകൊണ്ട് തന്നെ തനതു വിളകൾ സംരക്ഷിക്കാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ടെന്ന് പത്മശ്രീ സത്യനാരായണ പറഞ്ഞു വയ്ക്കുന്നു. കാസർഗോഡ് ബെള്ളേരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെറിനൊപ്പം രതീഷ് വാസ്തേവൻ, ന്യൂസ് മലയാളം.